നമസ്തേ. ഹൈ വൈബ്രേഷൻ അല്ലെങ്കിൽ ഉയർന്ന ആത്മീയ ഊർജം എന്നുള്ളത് മേക്കപ്പിൽ നിന്ന് വരുന്നതല്ല, അത് ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ഹൈ വൈബ്രേഷനിൽ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ തന്നെ എങ്ങനെ ഈ ഊർജത്തിനെ ഉയർത്തിക്കൊണ്ടുവരാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഹൈ വൈബ്രേഷനിലുള്ള ആളുകൾ അവർ ശാന്തതയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അവരെ ഒന്നിനും ധൃതി കൂട്ടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ വികാര വിക്ഷോഭങ്ങൾ അവരിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ആ ചെറിയ കാലങ്ങളൊക്കെ, ആ ചെറിയ പ്രായങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള വയസ്സ് പ്രായത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ആ ഒരു കാലഘട്ടമൊക്കെ ആത്മാവിൻ്റെ ഗ്രോത്ത്, ആത്മാവിൻ്റെ പ്രായത്തിൻ്റെ ആ ഒരു കാലഘട്ടങ്ങളിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വികാര വിക്ഷോഭങ്ങൾക്കപ്പുറത്തേക്ക് എപ്പോഴും ശാന്തത, അതുപോലെ തന്നെ ചിലപ്പോൾ അവർ വൈകാരികമായിട്ട് ഡിറ്റാച്ച്ഡ് ആണോ എന്ന് പോലും തോന്നിപ്പോകുമെന്നുള്ളതാണ്. അവരുടെ കണ്ണുകളിലെ കാമായിട്ടുള്ള ആ ഒരവസ്ഥ, ആ ഒരു തീഷ്ണത, അവർ ചൊരിയുന്നതായിട്ടുള്ള ആ ഒരു പ്രഭ, അവരുടെ ഓറ, അത് സൗന്ദര്യമോ അല്ലെങ്കിൽ തൊലിയുടെ നിറമോ വസ്ത്രങ്ങളോ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പോ ഒന്നുമല്ല. അവരുടെ ആ സാന്നിധ്യം എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിലേക്ക് അടുക്കാനായിട്ട് പലതരത്തിലുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ബിക്കോസ് എപ്പോഴും വെളിച്ചത്തിൻ്റെ ഭാഗത്തേക്ക് ആ വെളിച്ചം ആവശ്യമുള്ള വ്യക്തികൾ എത്തിച്ചേരുമെന്നുള്ള ആ ഒരു സത്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഹൈ വൈബ്രേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശബ്ദമോ കോലാഹലങ്ങളോ ഇല്ലാത്ത ഒരു സമാധാനം തന്നെയാണ്. ഒന്നും പറയാതെ തന്നെ ആളുകൾ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള എനർജി. ഹൈ വൈബ്രേഷനിലേക്ക് ഉയരുന്ന സമയത്ത് ശബ്ദമോ കോലാഹലങ്ങളോ ഒന്നും നമ്മളെ വലിച്ചിടുകയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ആത്മീയമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസരത്തിൽ നമുക്ക് ഫുൾഫിൽമെൻറ്റ് കിട്ടുന്നത് പുറത്തു നിന്നല്ല, നിറവ് നമുക്ക് ലഭിക്കുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. ബിക്കോസ് നമ്മൾ കൂടുതൽ ഇൻട്രോസ്പെക്റ്റീവ് ആകുകയാണ്. അപ്പോൾ ചിലപ്പോൾ ക്രൗഡിൽ നിന്ന് നമ്മൾ മാറി നിന്നേക്കാം, ചിലപ്പോൾ നമ്മളുടെ സുഹൃത്ത് വലയങ്ങൾ കൂടുതൽ സെലക്റ്റീവായിട്ട് മാറിയേക്കാം. നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ കുറഞ്ഞ ബന്ധങ്ങൾ മാത്രമുള്ള അവസ്ഥയിലേക്ക് വന്നേക്കാം. ഇവിടെ ഒന്നും നമ്മളൊരു ആൻറ്റി സോഷ്യലോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ഇൻട്രോവേർഷൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് ഒന്നും പോവുകയല്ല. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് യു ആർ എനർജി സെലക്റ്റീവ് എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വേറെ വ്യക്തികളിൽ നിന്ന് ഊർജം സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഊർജത്തിൻ്റെ നിറവുണ്ടാകുകയാണ്. അങ്ങനെ ആ ഒരു നിറവുണ്ടാകുന്ന ആദ്യ കാലങ്ങളിലാണ് ഞാൻ മുൻപ് പല വീഡിയോകളിലും വിശദീകരിച്ചിട്ടുള്ള ഒറ്റപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ആത്മീയമായിട്ട് വളരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല നമ്മൾ സ്പിരിച്വലി ഒരു ഹൈലി വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളർന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം അത് പിന്നീടുണ്ടാകുന്ന ഇൻസൈറ്റ്സിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പിരിച്വൽ ഗ്രോത്തിന് മുന്നോടിയായിട്ടുണ്ടാകുന്നതായിട്ടുള്ള ഈ ഏകാന്തത, ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നും ഉണ്ടാകുന്ന റിജക്ഷൻ ഞാൻ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന റിജക്ഷൻസ് ഒക്കെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നാണ് നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ ആ സമയത്ത് സാധാരണഗതിയിൽ ആത്മീയമായിട്ട് വളരുന്ന വ്യക്തികൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ മനസ്സിലാകാത്തതുമായിട്ടുള്ള ഒരു സ്റ്റേജാണ് ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് ഉയരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ ഒരു ഏകാന്തത എന്ന് പറയുന്നത് അത് നമ്മളെ ഒരുക്കുകയാണ് കൂടുതൽ ഉയർന്ന ഊർജ്ജത്തിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഉയർന്ന ഊർജ്ജത്തിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ആത്മീയമായിട്ട് കൂടുതൽ ഉയരുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പതിയെ നമ്മുടെ ഊർജം ആവശ്യമുള്ള വ്യക്തികൾ നമ്മളിലേക്ക് വരുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബന്ധവും ഇല്ലാതിരുന്ന സ്ഥലം, അതായത് സാധാരണ രീതിയിൽ ജീവിച്ചു, അതിനുശേഷം ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അതിനുശേഷം പിന്നീട് പുതിയതായിട്ടുള്ള ചില ബന്ധങ്ങൾ വരുന്നു. ഈ ഒരു ഫേസിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ബിക്കോസ് നിങ്ങളുടെ ഓറ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഉയർന്നതായിട്ടുള്ള ഒരു ലെവലിലായിരിക്കുന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് ഒരുപാട് ആവശ്യമുള്ള ആളുകൾ നിങ്ങളിലേക്ക് വരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നത്. ആൻഡ് ആ ആളുകളിൽ തന്നെ ഒരുപാട് പേര് നാർസിസ്റ്റിക് ആയിട്ടുള്ള എനർജി ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നമ്മുടെ എനർജി ആവശ്യമുള്ളവരുണ്ടായിരിക്കും. ബിക്കോസ് ദേ നീഡ് ലൈറ്റ് ആൻഡ് അവർ നിങ്ങളുടെ പ്രകാശം കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രകാശം കാണുന്ന മാത്രയിൽ ആ ഒരു ഉപബോധ മനസ്സിൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർ ഈ ഹൈ വൈബ്രേഷണൽ സോൾസിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ഉയർന്ന ഊർജ്ജത്തിൽ എത്തി നിൽക്കുന്ന ഈ ശക്തമായിട്ടുള്ള ഓറ അത് ഓവർ ഡ്യൂട്ടി അല്ലെങ്കിൽ ഹെവി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഊർജ്ജത്തിൻ്റെ ഗിവ് ആൻഡ് ടേക്സ്, ചൊരിയലുകൾ അവിടെ നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സോഷൻ അല്ലെങ്കിൽ ബേൺ ഔട്ട് ഉണ്ടാകുന്നുള്ളതാണ്. ഈ എക്സോഷനും ബേൺ ഔട്ടും ചില സമയത്ത് നമ്മുടെ കർമ്മത്തിനനുസരിച്ച്, ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഉയർന്ന ആത്മീയതയിലുള്ള ആളുകളൊക്കെ പലപ്പോഴും
ഒറ്റയ്ക്കിരിക്കുന്നത്, ഒറ്റയ്ക്ക് ധ്യാനം ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എനർജി പ്യൂരിഫിക്കേഷൻ, അതുപോലെ തന്നെ തങ്ങളുടെ ഉയർന്ന ഊർജ്ജത്തിനെ സംരക്ഷിച്ച് നിർത്തുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിലപ്പം ധ്യാനം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ യോഗ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വനത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിക്കൊണ്ട് സമയം ചെലവഴിക്കേണ്ടി വരും. നദിയുടെ കരയിലോ അല്ലെങ്കിൽ മണൽത്തിട്ടകളിലൂടെയോ മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങളിലൂടെയോ ഒക്കെ നമുക്ക് ആ ഒരു റീചാർജ് ആവശ്യമായിട്ട് വരാനുള്ള സാധ്യത വളരെയധികമാണ്. കാരണം ഹൈ വൈബ്രേഷൻ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനുമുള്ള നമ്മൾ പണ്ട് ഊർജ്ജം സ്വീകരിച്ചിരുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്ത വ്യക്തികളായിരിക്കാം. അവരിൽ നിന്നൊന്നുമുള്ള ഊർജ്ജം നമുക്ക് തികയാതെ വരും, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഹെൽപ്പിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ബിക്കോസ് നമ്മൾ ഹയർ റെലംസുമായിട്ട് ഈ ഒരു വേളയിൽ നമ്മൾ കണക്റ്റ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഈ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വൺസ് നമ്മൾ തിരിച്ചറിഞ്ഞു ഇത് എനിക്കൊരു ഹൈ വൈബ്രേഷൻ ഉണ്ടായതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഊർജ്ജത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പതിയെ പതിയെ സ്വാഭാവികമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യ സമയങ്ങളിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ശങ്കിച്ചു, എൻ്റെ ബന്ധങ്ങളൊക്കെ കൊഴിഞ്ഞു പോവുകയാണല്ലോ, ഞാനൊരു ഏകാന്ത പഥികൻ അല്ലെങ്കിൽ ഏകാഗിയായിട്ട് മാറുകയാണല്ലോ എന്നൊക്കെ. പക്ഷെ പിന്നീട് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായി കഴിയുമ്പം നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് വേണ്ടത് എന്തും നിങ്ങളുടെ മുന്നിൽ കീഴടക്കപ്പെടും, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആത്മീയ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം തന്നെയാണ് ഉയർന്ന ഊർജ്ജത്തിലേക്കുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഈ ഹൈ വൈബ്രേഷണൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയല്ല, അത് വളരെയധികം റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എംപതി, നിങ്ങളുടെ കാംനെസ്, അതൊക്കെ ഒരു ജനറസ് ആയിട്ടുള്ള സപ്ലൈ പോലെ യഥാർത്ഥത്തിൽ ഈ നാർസിസ്റ്റിക് എനർജി അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥകളിലുള്ള മനസ്സുകൾക്ക്, അതുപോലെ തന്നെ എനർജി വാമ്പറിസം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള മനുഷ്യര്, അവരൊക്കെ നിങ്ങളിലേക്ക് ഈ ഒരു സപ്ലൈ ലഭിക്കാൻ വേണ്ടി ഓടിയെടുക്കും എന്നുള്ളതാണ്. കാരണം അവർക്ക് നിങ്ങളുടെ പ്രകാശം വേണം. ചിലർ നിങ്ങളെ ഡിഫറൻറ്റ് അല്ലെങ്കിൽ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് കാണും. യു ആർ ലൈക്ക് ആൻ ഏലിയൻ. അത് മറ്റെന്തോ രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ കാണുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാതെ അകന്നു നിൽക്കാനും ഒക്കെയുള്ള സാധ്യത വളരെയധികമാണ്. ബിക്കോസ് അവരൊക്കെ ലോവർ വൈബ്രേഷനിലുള്ള വ്യക്തികളാണ്. അവർക്കിതിനെ കോംപ്രിഹെൻഡ് ചെയ്യാനോ മനസ്സിലാക്കാനായിട്ടോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തും. ഏത് ജനക്കൂട്ടത്തിന്റെ ഉള്ളിലാണെങ്കിലും, എത്ര തിരക്കിലാണെങ്കിലും, ഏത് ക്രൗഡിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മെന്റൽ വേൾഡ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്, സത്യം കണ്ടെത്തുന്നത്, വെളിച്ചം കണ്ടെത്തുന്നത്, ഗൈഡൻസ് കണ്ടെത്തുന്നത്. കാരണം ഹൈ വൈബ്രേഷനിലേക്ക് പോകുന്ന സമയത്ത് പുറത്തു നിന്നുള്ള നോയ്സുകളെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ അന്തർജ്ഞാനത്തിനെ ശ്രവിക്കാനായിട്ട് സാധിക്കുന്നു എന്നത് തന്നെ. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകളെ മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യുന്നത് അവരുടെ വാക്കുകൾ കൊണ്ടല്ല, അവരുടെ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവർ പുറമേ ചിരിക്കുകയും ഉള്ളിൽ മറ്റൊരു അവസ്ഥയിലുമാണെന്നുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള ഇന്റൻഷൻ ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയതായിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ക്ലെയർവോയൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു തരത്തിലുള്ള ക്ലെയർ സെൻസിങ് കൃത്യമായിട്ട് ആക്ടിവേറ്റ് ചെയ്തു വരുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഭൂരിപക്ഷം ആളുകളും ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിൻ്റെ മായാവലയത്തിൽ പെട്ടുകൊണ്ട് യഥാർത്ഥത്തിലുള്ള അവരുടെ മുഖങ്ങളല്ല നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് എന്നുള്ളത്. ആ ഒരു അവസരത്തിലാണ് നമ്മൾ എത്രമാത്രം റെയറാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതും മറ്റുള്ളവരൊക്കെ ഫേക്ക് ആണോ എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ നമ്മൾ പോകും. പക്ഷെ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എനർജിയുടെ പല തലങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ആത്മീയമായിട്ടുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനും ചെയ്യിപ്പിക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോൺലിനെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളെ എല്ലാവരിൽ നിന്നും വേർപിരിച്ചുകൊണ്ട് പ്രപഞ്ചം ചിലപ്പോൾ നിങ്ങളുടെ എനർജീനെ ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പണിഷ്മെന്റ് അല്ല, അതൊരു തരത്തിലുള്ള പ്രിപ്പറേഷൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ പ്രപഞ്ചം നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്നുള്ളത് തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ മാറും, പുതിയ ബന്ധങ്ങൾ വരും, പിന്നീട് ആ വന്ന ബന്ധങ്ങളിലും ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം. ആൻഡ് നമ്മൾ ഈ ഒരു അവസരത്തിൽ ചേഞ്ചാണ് പെർമനൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം. അത് ബന്ധങ്ങളിലായാലും എല്ലാ കാര്യങ്ങളും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ. കള്ളത്തരങ്ങൾ, നാടകങ്ങൾ, ജലസി തുടങ്ങിയ നെഗറ്റീവുകൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതുപോലെ നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങളത് മനസ്സിലാക്കുകയാണ്. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരാൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ വലിയ കള്ളത്തരം കളിക്കുക, പക്ഷെ നമുക്കിതെല്ലാം അറിയാം.
അപ്പോൾ അവർ കൂടുതൽ ഇത്തരത്തിലുള്ള ഫ്രോഡ് ആൻഡ് ഫേക്ക് ആയിട്ടുള്ള ഡ്രാമ കളിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു അസഹിഷ്ണുത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ കാമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്, ഒരു ഒബ്സർവറെ പോലെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്ന്. കാരണം നിങ്ങളുടെ ഫ്രീക്വൻസി അതിനേക്കാളും ഒക്കെ ഒരുപാട് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പഴയ സർക്കിള് പതിയെ മാറി വരുമെന്നുള്ളതാണ്. നിങ്ങളെ ദിവസവും വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ചിലപ്പോൾ ദിവസത്തിൽ ഒന്നിലധികം തവണ വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം. അവരൊക്കെ പതിയെ അകന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കും. കാരണം അവരുടെ അടുത്തുള്ള അവരുടെ മറവുകൾ, ചില വ്യക്തികളുണ്ട് നമ്മളുടെ അടുത്ത് വളരെ അടുപ്പമാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ പ്രവർത്തിക്കും, പക്ഷെ അവർക്ക് ഒരുപാട് നമ്മളോട് പറയാത്ത കഥകളും നാടകങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നിങ്ങൾ അന്തർജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും അവരുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ ആ ഒരു ഡീപ്പായിട്ടുള്ള ആ ഒരു നോട്ടത്തിനെ താങ്ങാൻ കഴിയാതെ വരികയും അവർ സ്വയം ഗാർഡ് ചെയ്യുന്നതിനായിട്ട് പതിയെ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നിങ്ങളോട് എപ്പോഴും കോണ്ടാക്ട് ചെയ്തിരുന്ന വ്യക്തികൾ പോലും പതിയെ മാറിപ്പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടേതായിട്ടുള്ളൊരു പ്രശ്നമല്ല. നമ്മുടെ ഉയർന്ന ഊർജ്ജം എന്ന് പറയുന്നത് ഈ വ്യക്തികൾക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഉയർന്ന ഊർജ്ജത്തെ പ്രതിയാണ് ഈ വ്യക്തികൾ മാറിപ്പോകുന്നത്. നമ്മൾ വീണ്ടും ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക, നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക, തത്വശാസ്ത്രങ്ങളെ മനസ്സിലാക്കുക, അറിവിനെ അല്ലെങ്കിൽ നോളജ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വിസ്റ്റം അല്ലെങ്കിൽ ജ്ഞാനം അതിനെ കൂടുതൽ അന്വേഷിക്കുക. നമ്മുടെ കർമ്മം എന്നത് ഏറ്റവും വൃത്തിയായിട്ടും മനോഹരമായിട്ടും മഹത്തരമായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിൻ്റെ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ കർമ്മം സൽക്കർമ്മം എന്ന് പറയുന്നത് നല്ലതുപോലെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അവസരത്തിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന മിക്ക കാര്യങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കർമ്മമാണ്. ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോയിലും നിങ്ങളോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, ദൈവത്തിനോട് ക്ഷമ ചോദിക്കാനോ അല്ലെങ്കിൽ യാചിക്കാനായിട്ടോ പറഞ്ഞിട്ടില്ല, നിങ്ങളോട് കുറ്റബോധമുള്ളവരായിട്ടിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എപ്പോഴും ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കോറായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കർമ്മമാണ് ഏറ്റവും മഹത്തരം എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തെ വിളിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കാരണം നമ്മൾ കർമ്മം കൃത്യമായിട്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സമയത്താണ് സൃഷ്ടാവ് ഈ സൃഷ്ടിയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് നിറവേറപ്പെടുന്നത് കാണുന്നത് എന്നുള്ളതാണ്. ദൈവം എന്ന് പറയുന്നത് ഇവൻ അത് ചെയ്തോ ഇത് ചെയ്തോ അവനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മൾ പല മതങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ സ്വർഗ നരകങ്ങൾ, തെറ്റ് ചെയ്തവൻ അങ്ങോട്ട്, തെറ്റ് ചെയ്യാത്തവൻ ഇങ്ങോട്ട്, അവൻ ഇങ്ങനെയുള്ള ഓഫറുണ്ട്, മറ്റേയാൾക്ക് ഇങ്ങനെയുള്ള ശിക്ഷകളുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ കർമ്മം നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്തും ആ സമയത്ത് അത് തീർന്നിട്ടില്ലെങ്കിൽ അടുത്ത ജന്മങ്ങളിലുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് നമ്മൾ അവിശ്വസ്തത കാണിച്ചു ഒരു ബന്ധത്തിൽ, അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ആ ബന്ധത്തിൽ ചിലപ്പോൾ ഉലച്ചിലുകൾ ഉണ്ടാകും. ഈ അവിശ്വസ്തത എന്ന് പറയുന്ന കാര്യം നമ്മുടെ ബന്ധത്തിലെ പാർട്ട്ണർ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത എന്ത് തെറ്റാണെങ്കിലും അത് മറ്റുള്ള വ്യക്തികളോടായാലും സമൂഹത്തിനോടായാലും ഒക്കെ ആ ചെയ്യുന്ന തെറ്റുകൾക്കനുസരിച്ചിട്ടുള്ള ഫലം, കാരണം നമ്മൾ എന്ത് കാര്യത്തിനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു ദൈവം നോക്കിയിരുന്നുകൊണ്ട് ശിക്ഷിക്കുന്നതല്ല, പ്രവൃത്തിയുടെ ഫലം തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ്. എല്ലാ മനുഷ്യനും വെളിച്ചം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈ വൈബ്രേഷനിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരിൽ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും. ചിലർ നിങ്ങളെ ഇഷ്ടപ്പെടും, ചിലർ നിങ്ങളെ വെറുക്കും, ചിലർ നിങ്ങളെ പ്രതി അവരുടെ ഉള്ളിൽ ഭയവും ഇൻസെക്യൂരിറ്റിയും ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളെയും അത് ബാധിച്ചേക്കാം. അൺഹീൽഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ഹൈറ്റൻഡ് ആയിട്ടുള്ള പവർഫുൾ ഓറ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ്, ആ ഒരു ഊർജ്ജ കൊടുക്കൽ വാങ്ങലുകളുടെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഉയർന്ന വൈബ്രേഷനിലേക്ക്, ആത്മീയ ഉണർവിലേക്ക് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യമില്ല, മറ്റൊരു അഡിക്ഷന്റെ ആവശ്യമില്ല. അഡിക്ഷൻ എന്ന് പറയുന്നത് സമാധാനമാണ് എന്നുള്ളതാണ്. ഗോസിപ്പുകൾ, ഡ്രാമ, ഇതൊക്കെ ഇത്തരത്തിൽ ഉയർന്ന ഊർജ്ജത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ വിട്ടുപോകുമെന്നുള്ളതാണ്. ചെറുപ്പകാലത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്വത്തിൻ്റെ അളവ് കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. മാതാപിതാക്കളുടെ ജോലി ഇച്ചിരിയും കൂടി ഉയർന്ന പോസ്റ്റിലേക്കും കൂടുതൽ ശമ്പളത്തിലേക്കും ഒക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. ബട്ട് വെൻ യു ഗ്രോ അപ്പ് സ്പിരിച്വലി, നിങ്ങൾ വളരുന്ന സമയത്ത്, ചില ആളുകൾ വളർന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പൊയ്മുഖങ്ങൾ വെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ സത്യം എന്താണ് എന്നുള്ളത് പറയാൻ നിങ്ങൾക്ക് മടിയുണ്ടാവില്ല എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുള്ള പൊയ്മുഖങ്ങളുടെയും നാടകങ്ങളുടെയും ഒന്നും ആവശ്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആരെയും നമുക്ക് ഇത്ര കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ബോധിപ്പിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ബോധിപ്പിക്കേണ്ടതായിട്ടുള്ളത് ഒന്നിനെ മാത്രമേ ഉള്ളൂ, നമ്മുടെ ആത്മാവിനെ. അതുപോലെ തന്നെ അതിലൂടെ അത് പരമാത്മാവും അത് ബോധ്യപ്പെടുകയാണ്. നിങ്ങളുടെ സോൾ നേവിഗേഷൻ ആക്ടിവേറ്റഡ് ആയിരിക്കും. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകാറുണ്ട്.
എന്നാൽ നിങ്ങളുടെ ആത്മാവിൻ്റെ മാപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിന് വഴി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗൂഗിൾ മാപ്പ് തന്നെയാണ്. അതായത് ആത്മാവ് ഇൻഡ്യൂഷനിലൂടെ എപ്പോഴും നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു തരത്തിൽ പുറത്തുള്ള ആൾക്കാരോട് നമുക്കിപ്പോൾ വഴി ചോദിക്കേണ്ട ആവശ്യമില്ല, ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട്. അപ്പം നമ്മുടെ ആത്മാവാകുന്ന ഗൂഗിൾ മാപ്പ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങോട്ട്, എന്തിന്, എങ്ങനെ എന്നുള്ള വഴി വേറൊരു വ്യക്തിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഞാൻ മനഃശാസ്ത്ര മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ മേഖലയിൽ അധ്യാപനം നടത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പ്രധാനമായിട്ടും നിങ്ങളോട് സംവദിക്കുന്നതായിട്ടുള്ള ഈ ഒരു അവസരങ്ങളിലൊക്കെ ഒരുപാട് പേര് പല പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ചിലർ ചിലപ്പോൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മെസ്സേജിന് റീപ്ലൈ തരുന്നില്ല. ഒന്നാമതായിട്ടുള്ള കാര്യം, എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തതിനധികമായിട്ടുള്ള മെസ്സേജുകളും കോളുകളും വരുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ചെന്നു, അവിടെ നമുക്കൊരു ദാരിദ്ര്യം കണ്ടു, അവിടെ കുറേ പണവും ഭക്ഷണവും കൊടുത്തു എന്ന് കരുതി അവർ രക്ഷപ്പെടുന്നില്ല. പ്രധാനമായിട്ടും നമ്മൾ അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ അവർക്ക് സ്വയം എടുക്കാനായിട്ടുള്ള വഴി, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു അറിവ് അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ സെൽഫ് റിലയൻ്റ് ആകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോകൾ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു സെൽഫ് റിലയൻസിലേക്ക്, സെൽഫ് ഇവാലുവേഷനിലേക്ക്, സെൽഫ് റിഫ്ലക്ഷനിലേക്കൊക്കെ വരാനായിട്ട് കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഞാൻ മുൻപൊരിക്കൽ പരാമർശിച്ചിട്ടുള്ളതുപോലെ തന്നെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് മാറിയതായിട്ടുള്ള പല ആളുകളുടെ സന്ദേശങ്ങൾ ഞാൻ കാണുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ കർമ്മമായിട്ട് കണ്ടുകൊണ്ടാണ് ഈ വീഡിയോ തുടർന്ന് പോകാൻ തന്നെയുള്ള കാരണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏതോ കാലത്ത് ഞാനത് നിർത്തിപ്പോകേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉപകാരപ്പെടുന്നു, സസ്റ്റൈനബിൾ ആയിട്ടുള്ള അയാളുടെ ഒരു പേഴ്സണാലിറ്റി ഗ്രോത്തിലേക്ക്, ഡെവലപ്മെൻറ്റിലേക്ക് അത് കലാശിക്കുന്നു എന്ന് പറയുമ്പം, അത് അയാളുടെ ആത്മീയ വളർച്ചയിലേക്ക് വഴിവെക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അത് വലിയൊരു കർമ്മമായിട്ട് തന്നെ കാണുകയാണ്. തീർച്ചയായിട്ടും ആത്മാക്കളുടെ ഒരു കൂടെ സഞ്ചരിക്കുന്ന വ്യക്തിയായിട്ടാണ്, മനസ്സിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന മനഃശാസ്ത്രജ്ഞൻ എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് എന്നെ തന്നെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഡീപ്പായിട്ട് നിങ്ങൾ എന്നെയും എനിക്ക് നിങ്ങളെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്നോട് സംവദിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ, മനസ്സിൻ്റെ ആഴങ്ങൾ, സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങൾ, മൈക്രോ ഇമോഷൻസ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മ വരികയാണ്, പണ്ടൊരു രാജാവ് ഒരു നാട്ടിൽ എല്ലാ മനുഷ്യർക്കും നല്ല രീതിയിലുള്ള ഗുണങ്ങൾ ചെയ്തു. അവർക്ക് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തു, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കൊടുത്തു, പണം കുറവുള്ളവന് പണം കൊടുത്തു. പിന്നീട് ആ രാജാവ് പരലോകത്തേക്ക് പോയി. ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു കഥയാണ്, ഇതൊരു ഭാവനാത്മകമായിട്ടുള്ള കഥയാണ്. പരലോകത്തേക്ക് പോയ സമയത്ത് അദ്ദേഹം, സാധാരണ നമ്മൾ വിചാരിക്കുന്ന ഇത്രയും നല്ലൊരു രാജാവാണല്ലോ, അയാൾ തീർച്ചയായിട്ടും സ്വർഗത്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ സംഭവിച്ചത്, അദ്ദേഹത്തിന് വിധി വന്നത് നരകത്തിലേക്ക് പോകാനാണ്. കാരണം എന്താണ്? അദ്ദേഹം ഇങ്ങനെ മറ്റുള്ളവരെ അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തുകൊണ്ട് സഹായിച്ചതുകൊണ്ട് തന്നെ അവർ മടിയന്മാരായിട്ട് മാറി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം, പട്ടിണി അല്ലെങ്കിൽ കഴിവുകേടുകൾ ഉണ്ടാകുന്ന സമയത്താണ് അവിടെ വേറൊരുത്തന് അതിന് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട പല മതങ്ങളും പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. പക്ഷേ ഏത് മതമാണ് നമ്മളെ കർമ്മം ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും പഴയതായിട്ടുള്ള അല്ലെങ്കിൽ ഋഗ്വേദ കാലഘട്ടം മുതൽ ഒറിജിനേറ്റ് ചെയ്തതായിട്ടുള്ള ഹൈന്ദവ സംസ്കാരങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് മറ്റൊരു ദൈവത്തെ വിളിക്കാതെയും അല്ലെങ്കിൽ നമ്മുടെ കർമ്മം എന്നുള്ളതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു സെമിറ്റിക് റിലീജിയൻസിൻ്റെ ടീച്ചിങ്സിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഹിന്ദുവിസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഡീപ്പറായിട്ടുള്ള ലൈഫിൻ്റെ ഇൻസൈറ്റ്സ് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കർമ്മത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സസ്റ്റൈനബിളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് ആ രാജാവിന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമായിരുന്നു. തീർച്ചയായിട്ടും അതിനു വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാമായിരുന്നു. അങ്ങനെ ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിലെ രാജാക്കന്മാരെ ആക്കിക്കൊണ്ട് അയാൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നു. ഓരോ വ്യക്തികൾക്കും വളർച്ചയുണ്ടാകുമായിരുന്നു. ഓരോ വ്യക്തികളുടെയും കർമ്മം പരസ്പര പൂരകങ്ങളാകുമ്പോൾ ഈ പറയുന്ന സൃഷ്ടി എന്ന് പറയുന്നതിൻ്റെ പർപ്പസ് അവിടെ നിറവേറുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ രാജാവ് തെറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മുടെ ഉയർന്നതായിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നർ ഗൈഡൻസിലൂടെ നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ ഭൂമി എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷണശാലയാണ്. താൽക്കാലികമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് ശേഷം ഐ ഡോണ്ട് ബിലോങ് ഹിയർ, ഞാൻ ഇതിനപ്പുറത്തേക്കുള്ള ഒരു തലത്തിനാണുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ജീവിതം പർപ്പസ് ഡ്രിവണായി പോവുകയാണ്. മണി, അപ്രൂവൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ രണ്ടാമത്തെ സ്ഥാനം മാത്രം കൊടുത്തുകൊണ്ട് സെൽഫ് ഗ്രോത്ത്,
സ്പിരിച്വൽ ഗ്രോത്ത്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതിലപ്പുറത്തേക്ക് അവേക്കനിങ്ങിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈ വൈബ്രേഷനിലുള്ള ആളുകൾക്ക് സെൽഫ് ഹീലിംഗ് നാച്ചുറലി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെന്റൽ ഹീലിംഗ്, ഇമോഷണൽ ഹീലിംഗ്, എനർജി ക്ലീനിങ്. തീർച്ചയായിട്ടും ഹൈ വൈബ്രേഷനിലുള്ള ആളുകൾക്ക് അൺലേൺ ചെയ്യാനായിട്ട്, അതായത് പഠിച്ചതിനെ മാറ്റി തിരുത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ലോവർ വൈബ്രേഷനിലുള്ള ആളുകളാണ് ഏതെങ്കിലും ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രം അല്ലെങ്കിൽ ഒരു മതപഠനം അതിൻ്റെയൊക്കെ കെണിയിൽപ്പെട്ട് കിടക്കുന്നത്. ഈ മതത്തിനൊക്കെ അപ്പുറത്തേക്ക് വലുതായിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ലോകമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹൈ വൈബ്രേഷനിലുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ മതത്തിനെ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ അത്രയും ഉയർന്നിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്, കാലാകാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇതിലൊക്കെ ഒരുപാട് ഇംപ്രവൈസേഷൻസും മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനപ്പുറത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് പുതിയതായിട്ടുള്ള ദിശകൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും അത്തരത്തിലൊരു വ്യക്തിയാണ്. അത്തരത്തിൽ ഉയർന്ന ഊർജ്ജത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന വ്യക്തികളെ കൊണ്ട് ലോകം നിറയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.